What is PLC? PLC means Programmable Logical Controller. Automates industrial machinery and processes. Designed for real-time operations in harsh environments. Key features: reliability, flexibility, and real-time performance. അലംബ്രാലിസ് PLC സീരീസിൽ പ്രധാനമായിട്ട് വരുന്നത് മൈക്രോലോജിക്സ് 800 സീരീസ്, കോമ്പാക്ട് എൻട്രി ലെവൽ ആപ്ലിക്കേഷൻസ്, SLC 500, പിന്നെ കോമ്പാക്ട് ലോജിക്സ്, പിന്നെ കൺട്രോൾ ലോജിക് സിസ്റ്റംസ്. ഇതിന്റെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറിന്റെ പേര് RS Logic 500 എന്നാണ്. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിന്റെ പേര് സ്റ്റുഡിയോ 5000. പിന്നെ പാനൽ വ്യൂസ്, അതായത് ടച്ച് സ്ക്രീൻ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഫാക്ടറി ടോക്ക് വ്യൂ, HMI or SCADA ഡിസൈൻസ് ഒക്കെ അതിൽ വരുന്നതാണ്. പിന്നെ അടുത്തത് കണക്റ്റഡ് കമ്പോണൻസ് വർക്ക് ബെഞ്ച്, മൈക്രോ 800 പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത്രയുമാണ് മെയിൻ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ്. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ്. കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കമ്പ്യൂട്ടറും PLC ആയിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ വഴിയാണ് കണക്ട് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ട് ഏറ്റവും സ്പീഡിൽ നമ്മൾക്ക് ചെയ്യാവുന്നത് ഈതർനെറ്റ് ആണ്. പിന്നെ അതുകൂടാതെ കൺട്രോൾ നെറ്റ് ഉണ്ട്, ഡിവൈസ് നെറ്റ് ഉണ്ട്, പിന്നെ DH+ ഉണ്ട്, DH485 ഉണ്ട്, പിന്നെ മോഡുബസ്, TCP, OPC-UA എന്നൊക്കെ പറയുന്ന പ്രോട്ടോകോൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഫുഡ് ആൻഡ് ബെവറേജ് പ്രോസസ്സിങ്ങിനുള്ളതാണ്. പിന്നെ ഓട്ടോമോട്ടീവ് അസംബ്ലി, പിന്നെ വാട്ടർ ആൻഡ് വാട്ടർ ട്രീറ്റ്മെന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് ഓപ്പറേഷൻസ്, ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചറിങ് എക്സെട്ര. ബെനിഫിറ്റ്സ് ഓഫ് ലേണിംഗ് ABPLCs. ഹൈ ഡിമാൻഡ് അക്രോസ് ഇൻഡസ്ട്രീസ് ആണ്. റെക്കഗ്നൈസ്ഡ് ഗ്ലോബലി, വേൾഡ് മുഴുവൻ അംഗീകരിച്ചൊരു സാധനമാണ്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഓപ്പൺ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പാത്വേ ടു അഡ്വാൻസ് ഓട്ടോമേഷൻ കരിയേഴ്സ്. പ്രധാനമായിട്ടും പ്രോസസ് പാനൽ എല്ലായിടത്തും ABPLC ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. തെർമൽ പവർ പ്ലാന്റ്, റിഫൈനറീസ്, പിന്നെ ഓട്ടോമേഷൻ കമ്പനീസ് ലൈക്ക് കാർ മാനുഫാക്ചറിങ്, ഐസ്ക്രീം മാനുഫാക്ചറിങ് ഫാക്ടറി, അതുപോലെയുള്ള കമ്പനികളിലൊക്കെ ABPLC ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ABPLC പവർഫുൾ ആൻഡ് റിലയബിൾ ആണ്, യൂസ്ഫുൾ ഫോർ ബോത്ത് ബിഗിനേഴ്സ് ആൻഡ് പ്രൊഫഷണൽസ്. ബിൽഡ് സ്കിൽ ത്രൂ സിമുലേഷൻ ലാബ്സ് ആൻഡ് പ്രോജക്ട്സ്. ഇതിന്റെ അവര് സിമുലേഷൻ സോഫ്റ്റ്വെയർ ഇറക്കിയിട്ടുണ്ട്. അതിൽ തന്നെ PLC ഇല്ലാതെ തന്നെ നമ്മൾക്ക് ഈ PLC പ്രോഗ്രാമിംഗ് പഠിക്കാം എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ്.
ഞാൻ ഞങ്ങളൊരു വെബ്സൈറ്റ് ചെറുതായിട്ടൊരെണ്ണമുണ്ട്. നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. റിലാക്സ് ഹോട്ടൽ ഓട്ടോമേഷൻ എന്നാണ് ഞങ്ങളുടെ കമ്പനിയുടെ പേര്. ഞാൻ റിട്ടയർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. മലയാളം മനോരമയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. പിന്നെ ഞാൻ പ്രോജക്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ടാറ്റ പവർ തെർമൽ പവർ പ്ലാന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് ഞങ്ങൾ ഒരിക്കലും ഒരു പവർ ആൻഡ് കൺട്രോൾ സംബന്ധിച്ച സെമിനാർ നടത്തിയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതാണ് RS Logic 5000 എന്നുള്ള സോഫ്റ്റ്വെയർ. വെരി പവർഫുൾ സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ലീഡിംഗ് സോഫ്റ്റ്വെയർ ആയിരുന്നു. RS Logic 5000 എന്നാണ് പേര്. അവിടെ ലൈവ് ലേണിംഗ് സെക്ഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. RS Logic 5000 തൽക്കാലം ഞങ്ങളിപ്പോൾ സൂമിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ PLC പ്രോഗ്രാം ചെയ്യുന്ന ഒരു വർക്ക് ബെഞ്ചിന്റെ ഭാഗമാണ്. പാനൽ വ്യൂ കാണുന്ന PLC ആണ്. പിന്നെ ഇൻപുട്ടിലുള്ള സ്വിച്ചസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇൻപുട്ട് കൊടുക്കാനുള്ള സ്വിച്ചസ് ആണ്. അത് PLC ആണ്. PLCയുടെ പടമാണ് കാണിക്കുന്നത്. വേറൊരു PLC, ഇത് വേറൊരു PLC, ഇതൊരു PLC ആണ്. വേറൊരു PLC ആണ്. വേറെ PLC, വേറെ PLC. ഇത് ടച്ച് സ്ക്രീൻ അല്ല, ടച്ച് പാഡാണിത്. ഇത് ടച്ച് പാഡാണ്. അലംബല്ലി ടച്ച് പാഡ്. ഇത് ടച്ച് പാഡാണ്. ഇത് അലംബല്ലി PLC ഉപയോഗിക്കുന്ന ഒരു പ്രസിന്റെ ഒരു പാഡാണിത്. PLCയുടെ പടം. ഇതൊരു PLC ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു പ്രസിന്റെ പടമാണ്. PLCയുടെ പടം. PLCയുടെ പടം. ഇതെല്ലാം PLCയുടെ പടങ്ങളാണ്. ഇതൊരു പ്രസിന്റെ പടം. ഞാൻ മലയാള മനോരമയിലാണ് വർക്ക് ചെയ്യുന്നത്. മലയാള മനോരമയിൽ തന്നെ ഞങ്ങൾ ചെയ്ത PLCയുടെ പടങ്ങളാണ് ഈ കാണിക്കുന്നതെല്ലാം. ടാറ്റ പവർ തെർമൽ പവർ പ്ലാന്റ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് PLC
കൺട്രോൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന കൺട്രോൾ പാനല, ഇലക്ട്രിക്കൽ പവർ പാനല. ഇതൊരു AC കംപ്രസറിന്റെ കൺട്രോൾ പാനലാണ് PLC ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നത്. ഇതൊരു പ്രസ്സാണ്, ഫുള്ളി PLC കൺട്രോൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്സാണ്. ഇത് മെസ്സിന്റെ മെയിൻ കൺട്രോളർ എന്ന് പറയുന്ന സാധനം, ടോട്ടൽ പ്രസ് കൺട്രോൾ ചെയ്യുന്നത് ഈ PLC ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ പേര് കൺട്രോൾ ലോജിക് PLC ആണ്. ഇത് PLC അല്ല, ഇത് PLC-നേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് PAC എന്ന് പറയും. അത് പ്രോഗ്രാമബിൾ ഓട്ടോമേഷൻ കൺട്രോൾ. ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയുന്നതാണ്. ഇത് ഈതർനെറ്റ് കണക്ഷൻ ആണ്. നെറ്റ്വർക്ക് വഴിയാണ് എല്ലാ കൺട്രോൾ പാനലും ഈ നെറ്റ്വർക്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് കണക്ഷൻ പോകുന്നതായിരുന്നു. ഓരോ കൺട്രോൾ പാനലിലേക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് പോകുന്ന ഒരു PLC-യുടെ ഒരു പാർട്ടാണ്. ഇത് ഒരു സെർവർ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു PLC ആണ്. ഇതിൻ്റെ അകത്ത് വരുന്ന നെറ്റ്വർക്ക് വഴി പല സ്ഥലങ്ങളിലേക്ക് പല കൺട്രോൾസ് കണക്ഷൻ പോകുന്നു. എല്ലാം PLC-യുടെ പാഠങ്ങളാണ്. ഇത് ടച്ച് സ്ക്രീൻ എന്ന് പറയും. നമ്മൾ ഈ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടാണ് ഓരോ സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു PLC-യുടെ പാഠം. ഞാൻ റോക്കുൽ ഓട്ടോറിക്ഷ ഒരു ഓത്തറൈസ്ഡ് മെമ്പറാണ്. ഇത് പാനൽ വ്യൂസ്. ഇതാണ് ടച്ച് സ്ക്രീൻ ആണ്. അലൻ ബാലിയുടെ പാനൽ വ്യൂ ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ടാണ് മെഷീനറികൾക്ക് ഓൺ ആക്കുന്ന ഓഫ് ആക്കുന്ന എല്ലാം ചെയ്യുന്നത്. ഇത് വേറെ ടച്ച് സ്ക്രീൻ ആണ്. ടച്ച് സ്ക്രീനാണ്. ടച്ച് സ്ക്രീനാണ്. വേറെ ടച്ച് സ്ക്രീൻ, വേറെ ടച്ച് സ്ക്രീൻ. മൊബൈലിലെ പോലെ തന്നെ ടച്ച് സ്ക്രീനുകളാണ്. ഇതിൽ ടച്ച് ചെയ്ത് എല്ലാം ഓപ്പറേഷൻ ഒക്കെ നടക്കുന്നത്. മൊബൈൽ പോലെ തന്നെ നിങ്ങൾ ടച്ച് സ്ക്രീനിൽ ഓപ്പറേറ്റ് ചെയ്ത് ഓരോ സാധനങ്ങൾ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഇത് പ്രോഗ്രാം ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇത് പ്രോഗ്രാം ചെയ്യാൻ പഠിപ്പിക്കുന്നതാണ്. മലയാള മനോരമ ഇരുന്നത്, അതുകൊണ്ടാണ് അവിടുത്തെ ഒരു ഫോട്ടോയായത്. LPG കണ്ടു. LPG ഉപയോഗിക്കാണ് പ്രസിന്റെ പ്രിന്റിങ് പേപ്പറൊക്കെ ഇങ്ങനെ ഉണക്കുന്നത്. അതിനു വേണ്ടി
അതിന്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത് PLC വഴിയാണ്. അതിന്റെ പടമാണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ പഠിക്കാൻ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ തന്നെ പലതരം കോഴ്സുകളുണ്ട്. അതിന് നിങ്ങൾക്ക് ജസ്റ്റ് റെഡിയായി ഇടാണ്ട് ഞങ്ങളൊരു കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ കോഡ് നമ്പർ ആയിട്ട് എൻ്റെ നമ്പർ എടുത്തിട്ട് ഏത് പ്രോഗ്രാം ആണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. അഗ്രോണോട്ടേഷൻ കോഴ്സ് ആണ്. അതിന്റെ ഓരോ കോഡ് നമ്പറാണിത്. അതിലത്തെ ഓരോന്നും കാണുന്ന ഓരോ പ്രോഗ്രാമിന്റെ പേരാണ്. ഇതില് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാം സെലക്ട് ചെയ്താലും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ തരാം. പ്രോഗ്രാം ചെയ്യാൻ പഠിക്കാം. ജസ്റ്റ് നിങ്ങൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഏകദേശം 351 ഏകദേശം കോഴ്സിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാൻ പറ്റും. ഒരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഗുജറാത്തിലുള്ള ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അമൂൽ ഫാക്ടറിയിൽ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറിയുടെ വർക്ക് ചെയ്യുന്ന പടമാണ്. അതിൽ മെജോറിറ്റി ഉപയോഗിച്ചിരിക്കുന്ന അലംബ്രാലി PLC. കുറെ അലംബ്രാലി PLC അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നോക്കാം.